സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റിക്സ് നമ്പേഴ്സ് ആണ്. എങ്ങനെയൊക്കെയാണ് സ്റ്റിക്സ് നമ്പേഴ്സ് കാണാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്താണ് സ്റ്റിക്സ് നമ്പേഴ്സ് എന്ന് അറിയണം. ഓവറോൾ ബോണ്ടിങ് ഇൻ ബോറൈൻസിനെയാണ് സ്റ്റിക്സ് നമ്പേഴ്സ് എന്ന് പറയാം. അതായത് എത്ര ബോണ്ടിങ് ആണ് ബോറൈൻസിന് ഉള്ളത് എന്നാണ് സ്റ്റിക്സ് നമ്പേഴ്സ് കാണിക്കുന്നത്. 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് സ്റ്റിക്സ് നമ്പേഴ്സ്. 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എസ്, ടി, വൈ, എക്സ്. ഇതിൽ 4 ഡിജിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്, ഒരു ഡിജിറ്റ്, 1 ഡിജിറ്റ്, 2 ഡിജിറ്റ്, അങ്ങനെ 3. ഇപ്പോൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് ഈ സ്റ്റിക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ B2H6 കിട്ടി. ഈ B2H6ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന സ്ട്രക്ചർ ആണ് B2H6. ബനാന ബോണ്ടിങ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ B2H6ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BHB ബോണ്ട്, BB ബോണ്ട്, BH2 ഗ്രൂപ്പ് ഒക്കെ കാണാൻ എളുപ്പമാണ്. നമുക്ക് അതിനെ എന്ത് ചെയ്യാം? സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ബോണ്ടിങ് എന്ത് ചെയ്യാം? കാണാം. അപ്പോൾ നമുക്ക് എപ്പോഴും ഇതുപോലെ സ്ട്രക്ചർ വരച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല. ബോണ്ടിങ്, എത്ര ബോണ്ടിങ് ഉണ്ടെന്ന് കാണാൻ വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്തിയ മെത്തേഡാണ് സ്റ്റിക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് എസ് എന്ന് അറിയണം, എന്തൊക്കെയാണ് വൈ എന്ന് അറിയണം, എന്തൊക്കെയാണ് വൈ, ടി എന്ന് പറയണം, എക്സ് എന്ന് അറിയണം. എസ് എന്ന് പറഞ്ഞാൽ BHB ബോണ്ട് ആയിരിക്കും. എത്ര BHB ബോണ്ട് ഉണ്ട് എന്നുള്ളതാണ് എസ് കാണിക്കുന്നത്. ടി കാണിക്കുന്നത് എത്ര BBB ബോണ്ട് എന്നുള്ളതും, വൈ കാണിക്കുന്നത് BB ബോണ്ടും, എക്സ് കാണിക്കുന്നത് BH2 ഗ്രൂപ്പ്. എത്ര BH2 ഗ്രൂപ്പ് ഉള്ളതാണ് എന്ത് കാണിക്കുന്നത്? എക്സ് കാണിക്കുന്നത്. ഈ 4 എന്തൊക്കെ കാണിക്കുന്നു എന്നുള്ളത് അറിയണം. എക്സാമിന് ചോദിക്കും BHB ബോണ്ട് കാണിക്കുന്ന സ്റ്റിക്സ് നമ്പർ ഏതാണ്, അത് ഏത് ലെറ്ററിലാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്? എസ് ലെറ്റർ. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. എസ് എന്താ ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എസ് ഡിനോട്ട് ചെയ്യുന്നത് BHB ബോണ്ട്, ടി ഡിനോട്ട് ചെയ്യുന്നത് BBB ബോണ്ട്, വൈ ഡിനോട്ട് ചെയ്ത് BB, എക്സ് ഡിനോട്ട് ചെയ്യുന്നത് BH2 ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ സ്റ്റിക്സ് നമ്പേഴ്സിൽ ഇത്ര കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇനി സ്റ്റിക്സ് നമ്പേഴ്സ് എങ്ങനെയൊക്കെ കാണാം എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്ക് അറിയാവുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ടുള്ള B2H6 ചെയ്യാം. B2H6ന്റെ സ്റ്റിക്സ് നമ്പേഴ്സ് കാണാം. അതിൽ നിന്ന് നമുക്ക് സ്ട്രക്ചറിന് മനസ്സിലാക്കാൻ നമ്മൾ ചെയ്ത് ശരിയാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എപ്പോഴും എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയ കെമിക്കൽ ഫോമുല എടുത്ത് എഴുതുക, B2H6 ആക്കി എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ എത്ര ബി ഉണ്ട്? 2. ഇതിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 ഹൈഡ്രജൻ. നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഹൈഡ്രജനെ 2 ഹൈഡ്രജനെ ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തൂടെ? BH2 ആക്കി എഴുതുക. അതായത് എന്ത് ചെയ്യുക? B2H6നെ BH2 പിന്നെ ബാക്കി ഹൈഡ്രജനെ എഴുതുക. അതായത് BH2 ആയിട്ട് എഴുതി ബാക്കി ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4 ഹൈഡ്രജൻ. അപ്പോൾ ടാലി ആയാലോ? 2 BT, 2 ഹൈഡ്രജന് 4 ഹൈഡ്രജൻ ആയിട്ട് മാറുമ്പോൾ 6. ഇങ്ങനെ എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 ലെറ്റർ ആയിട്ട് ഇതിനെ 2 നമ്മൾ P ആക്കി ഡിനോട്ട് ചെയ്യുക, ഇത് നമ്മൾ Q ആയിട്ട് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ P എത്ര ഉണ്ട്? 2 ഉണ്ട്. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 ആയിരിക്കും ഇതിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ് കാണുക എന്നുള്ളതാണ്. സ്റ്റിക്സ് നമ്പേഴ്സിലെ ഫസ്റ്റ് ഡിജിറ്റ് ആയിട്ടുള്ള എസ് കാണുക എന്നുള്ളതാണ്. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും Q/2 ആയിരിക്കും. ഇവിടെ Q/2 എത്ര? Q എത്രയാണ്? 4. അപ്പൊ 4/2 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 2 കിട്ടി. അപ്പൊ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരിക്കും. എസിന്റെ നമ്പേഴ്സ് എത്ര എണ്ണം വരും? നമുക്കൊരു പ്രോബിലിറ്റിയാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നോക്ക്, 2 മുതൽ Q വരെ ആയിരിക്കും എസിന്റെ നമ്പേഴ്സ്. 2 മുതൽ Qന്റെ നമ്പർ വരെ നമുക്ക് എന്ത് എസിന്റെ നമ്പേഴ്സ് ആയിരിക്കും മാറാം, എസ് ആയിട്ട് മാറാം. അതായത് Q എത്രയാണ്? 4. അപ്പൊ എസ് നമ്പർ എത്ര വരും? 2 ആവാം, 3 ആവാം, 4 ആവാം. ഇതിൽ ഏതും ആവാം. 2 ആവാം, 3 ആവാം, 4 ആവാം. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടി കാണുക എന്നുള്ളതാണ്. ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും P മൈനസ് Q ആയിരിക്കും. P മൈനസ് Q എത്രയാണ്? 2 - 4 ആയിട്ട് മാറുമ്പോൾ -2 ആയിരിക്കും. ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുക? ചെയ്തു വെക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? വൈയും എക്സ് അവിടെ കിടക്കട്ടെ. അത് നമുക്ക് എന്ത് ചെയ്യാം? ടാബിളിൽ നിന്ന് കാണാവുന്നതേ ഉള്ളൂ. അത് എളുപ്പമാണ് കാണാന്. ഇനി എന്ത് ചെയ്യാ? നിങ്ങൾ സ്റ്റിക്സ് എന്നുള്ള ഒരു പേര് ഇങ്ങനെ ജസ്റ്റ് എഴുതിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കോളം ഇവിടെ വരച്ചു വെക്കുക. ഒരു ടാബിൾ വരച്ചു വെക്കുക. ടാബിൾ വരച്ചു വെക്കുക. എസ് എത്ര നമ്പേഴ്സ് വരുന്നത്? 2, 3, 4. അത് നേരെ മുകളിൽ 2, 3, 4. ടി എവിടുന്നാ തുടങ്ങുന്നത്? -2 എന്നല്ലേ? താഴോന്ന് എഴുതുക -2. പിന്നെ അത് വരിക -1, 0. കൂട്ടിക്കൊണ്ടിട്ട് കേട്ടോ. -2, -1, -0. അപ്പൊ -3 ആണ് കിട്ടിയത്. -3, -2, -1. എസ് എത്രയാണ് അവസാനിക്കുന്നത് അത് വരെ എഴുതാം. അത് കഴിഞ്ഞിട്ട് വൈ എന്ത് ചെയ്യുക? മുകളിൽ നിന്ന് 0, 1, 2. 0 തുടങ്ങി താഴെ വരെ കൂട്ടാം.
എക്സ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും 0 1 2. ഇത് രണ്ടും ഇങ്ങനെ ജസ്റ്റ് എഴുതിയാൽ മതി. നമുക്ക് 3 നമ്പേഴ്സ് ആണല്ലോ കിട്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 0 1 2 എന്ന് എഴുതുക. എക്സ് ആണെങ്കിൽ 0 1 2 0 എന്നേ തുടങ്ങാൻ പാടുള്ളൂ. ഞാൻ ട്രിക്ക് ആയിട്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞതിന്റെ. അപ്പൊ 0 1 2 എന്ന് എഴുതുക. എക്സ് താഴെന്ന് എഴുതുക 0 1 2. ഇനി ഈ 3 നമ്പേഴ്സ് ആവാം. ഈ 3 ഏതും ആവാം. ഇതാവാം, ഇതാവാം, ഇതാവാം. ഇതിൽ ഏതും ആവാം നമ്മളെ സ്റ്റിക്സ് നമ്പർ. പക്ഷെ നമുക്ക് ഒറ്റ സ്റ്റിക്സ് നമ്പറേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, രണ്ടെണ്ണം ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞാല് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, ഒഴിവാക്കാം. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാം. അപ്പൊ നിങ്ങൾ വിചാരിച്ച് 4 നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ 2 നെഗറ്റീവോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവോ ഒക്കെ വന്നിട്ടുള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഏറ്റവും വലിയ നമ്പേഴ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് സ്റ്റിക്സ് നമ്പേഴ്സ് ആയിട്ട് കണക്കാക്കേണ്ടത്. അപ്പൊ ഇവിടെ ഏതായിരിക്കും, ഇവിടെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങനത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോ B2H6ന്റെ സ്റ്റിക്സ് നമ്പേഴ്സ് എത്ര, 2 0 0 2. അങ്ങനെ നമുക്ക് നമ്മൾ ചെയ്തൊക്കെ കറക്റ്റ് ആണ് നോക്കാം. B2H6ന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ, ഇതല്ലേ B2H6ന്റെ സ്ട്രക്ചർ. അപ്പൊ നോക്ക്, ഫസ്റ്റത്തെ ഡിജിറ്റ് എന്തിനാ ഡിനോട്ട് ചെയ്യുന്നത്, എസിനെ. എസ് എന്താണ്, BHB ബോണ്ട്. 2 BHB ബോണ്ട്. രണ്ടിടത്തും BBB ബോണ്ട് ഉണ്ടോ, BB ബോണ്ട് ഉണ്ടോ, ഇല്ല. പിന്നെ എത്ര ഗ്രൂപ്പ് ഉണ്ട്, BH2 ഗ്രൂപ്പ്. നമുക്ക് BH2 ഗ്രൂപ്പ്, എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത് കറക്റ്റ് അല്ലേ. നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു 2 പ്രോബ്ലം കൂടി ഞാൻ ചെയ്യും. ഒന്ന് ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്ത് ചെയ്യാം, ചെയ്തിട്ട് കമന്റ് ബോക്സിൽ എഴുതി വെക്കാം. B4H10. അപ്പൊ നമുക്ക് ഇവിടെ എന്തായിട്ട് എഴുതാം, BH4 ആക്കി എഴുതാം. റൈറ്റ്. ഓക്കെ, പുറത്ത് കിടാം കേട്ടോ. ബാക്കി എത്ര ഹൈഡ്രജൻ ഉണ്ട്, 6 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ P എത്ര ഉണ്ട്, 4. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 6. എസ് കാണാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും, 2/2 ആയിരിക്കും. അതായത് 6/2. 3 തൊട്ട് Qന്റെ നമ്പർ വരെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്തായിരിക്കും നമ്പേഴ്സ് വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. റൈറ്റ്. ഇനി T എന്ന് പറയുന്നത് എന്താണ്, P മൈനസ് Q ആണ്. P മൈനസ് Q ചെയ്യുമ്പോൾ എത്രയായിരിക്കും, 4 മൈനസ് 6 മൈനസ് 2. നമുക്ക് കണ്ട് സ്റ്റിക്സ് നമ്പേഴ്സ് ആണ്. STY എക്സ് ആക്കി എഴുതുക. മുകളിൽ നിന്ന് താഴോട്ട് എഴുതുമ്പോൾ 3 4 5 6 ആക്കി എഴുതുക. T എവിടുന്ന് തുടങ്ങുന്നത്, -2 എന്നാണ്. -1 കൂട്ടിങ്ങ കൊണ്ടുവരാ. 1 0 1 Y ആയിട്ട് മാറുമ്പോൾ 0 1 2 3 എന്ന് എഴുതുക. എക്സ് 0 തുടങ്ങി എന്ത് ചെയ്യുക, കൂട്ടി കൊണ്ടുവരാം. അപ്പൊ ഇതിൽ 2 നെഗറ്റീവ് വന്നു. നമുക്ക് 2നെ എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. ഇതിൽ 2 ഏറ്റവും കൂടുതലുള്ള നമ്പർ ഏതാണ്, ഓഫ് കോഴ്സ് 4 0 1 2 അല്ല ഏറ്റവും കൂടുതലുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. നോക്കിയാൽ മതി. അപ്പൊ ഇതായിരിക്കും എന്തെന്ന് പറഞ്ഞത്, ഇതിന്റെ സ്റ്റിക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. എസിന്റെ ഏറ്റവും വലിയ നമ്പർ ആട്ടോ. എസ് ആണ് നമ്മൾ നോക്കേണ്ടത്. എസ് നോക്കുമ്പോൾ ഏറ്റവും വലിയ നമ്പർ ഏതാ, ഇതല്ലേ. അപ്പോൾ 4012 ആയിരിക്കും എന്തിന്റെ, B4H10ന്റെ 4012 ആയിരിക്കും B4H10ന്റെ സ്റ്റിക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. B10 H14 ചെയ്യുകയാണെങ്കിൽ B10 ആയിട്ട് മാറുമ്പോൾ BH10 എന്ന് എഴുതുക. H4 എന്ന് എഴുതുക. P എത്രയാണ്, 10 ആണ്. Q എന്ന് പറയുന്നത് എത്രയാണ്, 4. അങ്ങനെ വരുമ്പോൾ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/2 എന്ന് ചെയ്യുക. അപ്പൊ 4/2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര 2 കിട്ടി. ഇപ്പൊ 2 3 4 ആയിട്ട് മാറാം. പിന്നെ T എത്രയാണ്, P മൈനസ് Q ആണ്. അപ്പോ 10 മൈനസ് 4 ചെയ്യുമ്പോൾ എത്ര കിട്ടി, 10 നിന്ന് 4 കുറച്ചില്ല 6. റൈറ്റ്. ഇതന്നെയല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റിക്സ് ആയിട്ട് എഴുതുക, സ്റ്റിക്സ് നമ്പേഴ്സ് എഴുതുക. എവിടുന്ന് എന്താണ് എസിന്റെ നമ്പേഴ്സ് ഏതൊക്കെയാവാം, 2 ആവാം, 3 ആവാം, 4 ആവാം. T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര, 6 5 പിന്നെ 4. വൈയോ, Y 0 തുടങ്ങുക, താഴോട്ട് എഴുതുക. X 0 തുടങ്ങുക, താഴോട്ട് എഴുതാം. ഇതില് ഏറ്റവും വലിയ നമ്പർ ഏതാണ്, എസിലെ ഏറ്റവും വലിയ നമ്പർ ഏതാണ്, 6 4 6 2 0 അല്ലേ. അപ്പൊ നോക്ക്, അപ്പൊ ഇതായിരിക്കും ഏറ്റവും വലിയ എസിന്റെ നമ്പേഴ്സ് ആട്ടോ. 4 0 6. എസിലെ ഏറ്റവും കൂടുതൽ ഏതാന്ന് നോക്കുക. എസ് ഇതാണ്, 4 ആണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അതായിരിക്കും നമ്മൾ എടുക്കേണ്ടത്.
ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം, ബാക്കിയുള്ള എടുക്കാൻ പാടുള്ളൂ. അപ്പൊ അതായിരിക്കും ഇതിന്റെ സ്റ്റിക്സ് നമ്പേഴ്സ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, നിങ്ങൾ ചെയ്യണം. B5H11 എത്രയാണ് സ്റ്റിക്സ് നമ്പേഴ്സ് കിട്ടിയെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ എന്ത് ചെയ്യണം, ഇടണം. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ടുമോറോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടുമോറോ നമുക്ക് അതിന്റെ നെക്സ്റ്റ് സ്ലൈഡ് ഇടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.